الحمد لله على كماله والشكر له على توفيقه وامتنانه ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تسبيحا بحمده وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه وصلى الله عليه وعلى آله وأصحابه وأتباعه وسلم تسليما كثيرا أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والذين يجتنبون كبائر الإثم والفواحش وإذا ما غضبوا هم يغفرون സ്നേഹാധീനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കുമെല്ലാം അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരാൾ പ്രവാചകരോട് പറഞ്ഞു, ഔസിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ നിങ്ങൾ എന്നെ ഉപദേശിക്കണം. ആ ഒരു ഹദീസിൻ്റെ മറ്റ് പല റിപ്പോർട്ടുകൾ എടുത്തു നോക്കിയാൽ അതിലൊക്കെ നമുക്ക് കാണാം, അത്തരത്തിൽ പല രൂപത്തിൽ ആളുകൾ വന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ ഈ സ്വഹാബി തന്നെ പല രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഉപദേശം തേടുകയും ചെയ്ത് കാണാൻ സാധിക്കും. മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, ദുല്ലനി അല അമലിൻ യുദ്ഖിലുനിൽ ജന്ന, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. മറ്റു ചില റിപ്പോർട്ടുകളിലുള്ളത്, അല്ലാഹുവിൻ്റെ റസൂലെ നിങ്ങൾ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം, വലാ തുക്സിർ അലയ്യ, കുറേ കാര്യങ്ങളൊന്നും പറയരുത്, ഹത്ത അഹ്ഫദഹ, എന്നാൽ എനിക്കത് സൂക്ഷിക്കാൻ കഴിയുള്ളൂ, എന്നാൽ എനിക്കത് പാലിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം, അതിലൂടെ ഞാൻ രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഹദീസുകളിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള പല ഹദീസുകളിലും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൊടുത്ത ഉപദേശം, ലാ തഗ്ളബ്, നീ കോപിക്കരുത്, നീ ദേഷ്യപ്പെടരുത്. ആ വ്യക്തി വീണ്ടും അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, ഇനിയും നിങ്ങൾ എന്നെ ഉപദേശിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അതേ ഉപദേശം, ലാ തഗ്ളബ്. അങ്ങനെ 3 തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഉപദേശം തന്നെ ആവർത്തിച്ചു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. നമ്മൾ മുൻപ് പറഞ്ഞ 1-2 ഖുതുബകളിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പണ്ഡിതന്മാർ സൽസ്വഭാവത്തിൻ്റെ എല്ലാ സൽസ്വഭാവങ്ങളുടെയും മാനദണ്ഡമായി പഠിപ്പിച്ച 4 ഹദീസുകൾ, അല്ലെങ്കിൽ ഏറ്റവും അതിൻ്റെ അടിസ്ഥാനങ്ങളായി കണ്ട 4 ഹദീസുകളിൽ 2 ഹദീസുകൾ നമ്മൾ കഴിഞ്ഞ ചില ഖുതുബകളിലൂടെ നമ്മൾ വിശദീകരിച്ചു. അതിൽപ്പെട്ട ഒരു ഹദീസാണ് ഇത്, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ഈ സ്വഹാബി തന്നെ
പിന്നീട് പറയുന്നുണ്ട്, ഫഫക്കർതു ഫീ ദാലിക്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞ ആ ഉപദേശത്തെക്കുറിച്ച് ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഫഇദൽ ഗളബു യജ്മഉ ശർറ കുല്ലഹു, ദേഷ്യമെന്നുള്ളത്, കോപമെന്നുള്ളത് എല്ലാ ഷർറിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന കാര്യമാണ് എന്നെനിക്ക് ബോധ്യമായി എന്ന സ്വഹാബി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ദേഷ്യമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനുഷ്യരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവരുടെ പ്രകൃതത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ചും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകൃതത്തിൻ്റെ ഭാഗമാണ് ദേഷ്യം, കോപമെന്നുള്ളത്. പറയുന്ന ഞാനും നിങ്ങളും ഒന്നും അതിൽ നിന്നും മുക്തരല്ല. നമുക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചിലർക്ക് കുറച്ച് പെട്ടെന്ന് തന്നെ വരും, ചിലർക്ക് കുറച്ചൊക്കെ ഒരു ക്ഷമ ഉണ്ടാകും. അപ്പോൾ ഈ ദേഷ്യം, കോപം എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതിയുടെ ഭാഗമാണ്. പണ്ഡിതന്മാരെ ചർച്ച ചെയ്ത് കാണാൻ സാധിക്കും. എന്താണ് ലാ തഖ്ലു, നീ കോപിക്കരുതെന്ന് പറഞ്ഞാൽ കോപമില്ലാത്തൊരവസ്ഥ മനുഷ്യർക്ക് ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താ? ഇജ്തനിബ് അസ്ബാബൽ ഗളബ് വലാ തതഅറദ് ലിമാ യജ്ലിബുഹു, ആ കോപം വരാൻ കാരണമാകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ മാറി നിൽക്കണം. അതാണ് അതിൻ്റെ ഉദ്ദേശം. ആ കോപം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അത് ഉണ്ടാകാൻ ഇടയുള്ള കോപം ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞൊരു വാചകമുണ്ട്, ദഖല നാസു അന്നാറ മിൻ സലാസത്തി അബ്വാബ്, ജനങ്ങൾ നരകത്തിൽ പ്രവേശിക്കുന്നത് 3 രീതിയിലാണ്. 3 കാര്യങ്ങളിലൂടെ, 3 മേഖലകളിലൂടെയാണ് ജനങ്ങൾ നരകത്തിൽ പ്രവേശിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതിലൊന്ന് ബാബു ശുബ്ഹത്തിൻ ഔറസത് ശക്കൻ ഫീ ദീനില്ലാഹ്, ഒന്ന് ശുബ്ഹത്തിൻ്റെ ബാബാണ്. നമ്മൾ കഴിഞ്ഞ ഖുത്ബയുടെ നമ്മുടെ വിഷയം അതായിരുന്നു. എന്താണ് ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ? ദീനിൽ സംശയങ്ങൾ ഉണ്ടാക്കുക, അഖീദയിൽ, വിശ്വാസത്തിൽ പ്രശ്നമുണ്ടാക്കുക. അങ്ങനെ ആളുകൾ നരകത്തിൽ പ്രവേശിക്കും. അങ്ങനെ ദീനിൽ ശക്കുണ്ടാകും, സംശയമുണ്ടാകും. മറ്റൊന്ന് വബാബു ശഹ്വത്തിൻ ഔറസത് തഖ്ദീമൽ ഹവ അലാ തഅതിഹി വമർദാതിഹി, രണ്ടാമത്തൊരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹേച്ഛയെ പിൻപറ്റുക എന്നുള്ളതാണ്. ഷഹ്വത്തിനെ, ഇച്ഛയെ, ദേഹേച്ഛയെ പിൻപറ്റുക. ആ ദേഹേച്ഛയെ പിൻപറ്റുന്നതിലൂടെ അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആജ്ഞകളും നിർദ്ദേശങ്ങളും അതിനേക്കാളും നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ ദേഹേച്ഛകൾക്കും നമ്മൾ പ്രാമുഖ്യം കൊടുക്കും. അങ്ങനെ നരകത്തിൽ പ്രവേശിക്കും. മൂന്നാമത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ വബാബു ഗദബിൻ ഔറസൽ ഉദ്വാന അലാ ഖൽഖി, കോപമെന്ന ഒരു ഭാഗമാണ് ദേഷ്യം. ആ ദേഷ്യം എന്നത് ഉണ്ടാകുന്നതിലൂടെ എന്താ ഉണ്ടാവുക? അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് അതിര് കവിയുന്ന, അവരോട് അതിക്രമം പ്രവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ആളുകൾ നരകത്തിൽ പ്രവേശിക്കും. ഈ 3 രീതിയിലാണ് ആളുകൾ നരകത്തിൽ പ്രവേശിക്കുക എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രമാണങ്ങളിൽ വളരെയധികം ആക്ഷേപിക്കപ്പെട്ട, വലിയ താക്കീത് വന്നിട്ടുള്ള വിഷയമാണ് കോപം. ഒരുപാട് ജനങ്ങൾക്കിടയിൽ ശത്രുതകൾ ഉണ്ടാകാൻ, പകപോക്കലുകൾക്ക്, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ വിള്ളലുണ്ടാകാൻ, കുടുംബങ്ങൾ നശിച്ചു പോകുവാൻ, മക്കൾ വഴിയാധാരമായി തീരുവാൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക്, എന്തിനധികം എന്ന് വെച്ചാൽ വലിയ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്കും കലാപങ്ങൾക്കും രക്തച്ചൊരിച്ചിലുകൾക്കും ഒക്കെ പലപ്പോഴും കാരണമാവുക ഒരു മനുഷ്യൻ്റെ ഒരു നിമിഷ നേരത്തെ ഒരു ദേഷ്യമായിരിക്കും, ഒരു കോപമായിരിക്കും. ആ കോപത്തിൻ്റെ പേരിൽ അദ്ദേഹം എടുത്തൊരു നിലപാടായിരിക്കും. അങ്ങനെ ദുനിയാവിലുണ്ടാകുന്ന ജനങ്ങൾക്കിടയിലുള്ള, മനുഷ്യന്മാർക്കിടയിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും കാരണം ദേഷ്യം എന്നുള്ളതാണ്, കോപം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ദീനിൽ ഇത്രയധികം പ്രാധാന്യം ഈ വിഷയത്തിനുണ്ടായത്. റഹ്മാനായ റബ്ബിനെ കോപിപ്പിക്കുന്ന, എന്നാൽ ശൈത്താനിന് തൃപ്തിയുണ്ടാക്കുന്ന എല്ലാ തിന്മകളും വിളിച്ചു വരുത്തുന്ന വലിയൊരു വിനയാണ് യഥാർത്ഥത്തിൽ ദേഷ്യം, കോപമെന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ നിരവധി വചനങ്ങളിലൂടെ, ആയത്തുകളിലൂടെ സത്യവിശ്വാസികളുടെ അടയാളമായി പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞത് കാണാൻ സാധിക്കും. സൂറത്തു ശൂറയുടെ 37-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ്, സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വലിയ പാപങ്ങളും മ്ലേച്ഛവൃത്തികളും ഒക്കെ വെടിയുന്നവരാണ്. വഇദാ മാ ഗദിബൂ ഹും യഗ്ഫിറൂൻ, അവർ കോപിച്ചാൽ, ദേഷ്യപ്പെട്ടാൽ പുറത്തു കൊടുക്കുന്നവരാണ്, വിട്ടുകൊടുക്കുന്നവരാണ്. സൂറത്തു ആലി ഇംറാന്റെ 134-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, സന്തോഷവേളയിലും ദുരിതവേളയിലും എല്ലാം ചെലവഴിക്കുന്നവരാണവർ, സമ്പത്തിൽ ചെലവഴിക്കുന്നവരാണവർ. വൽ കാദിമീനൽ ഗൈദ്,
അവരുടെ ദേഷ്യത്തെ, കോപത്തെ അടക്കി വെക്കുന്നവരാണവർ. അപ്പോൾ കോപമുണ്ടാവുക, ദേഷ്യം വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ ആ കോപത്തിൻ്റെ പേരിൽ എടുത്തു ചാടി പ്രവർത്തിക്കാതെ അതിനെ അടക്കി വെക്കുന്നവർ, ഒതുക്കി വെക്കുന്നവരാണവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ വിട്ടുവീഴ്ചയുടെ, ഈ വിട്ടുകൊടുക്കലിൻ്റെ ഏറ്റവും നല്ല മാതൃക നമ്മളവിടെ കാണുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അദ്ദേഹത്തെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇടുകയും അതിനുവേണ്ടി സഹോദരങ്ങൾ അദ്ദേഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്ത് ആ സഹോദരങ്ങൾ പിന്നീട് ഭരണാധികാരത്തിൽ വലിയ അധികാരസ്ഥാനത്ത് യൂസുഫ് നബി എത്തിയതിന് ശേഷം ആ സഹോദരങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അല്ലേ. ആ സഹോദരങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ആ സഹോദരങ്ങൾക്ക് മനസ്സിലായി ഇത് യൂസുഫാണ് അല്ലേ, ഞങ്ങൾ കുടുങ്ങിയത് തന്നെ ആകെ പ്രശ്നത്തിൽ പെട്ടുപോയല്ലോ, ഇനി ഞങ്ങളെ എന്താവൻ ചെയ്യാന്നുള്ള ബേജാറിൽ നിൽക്കുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമോട് എന്താ പറഞ്ഞത്? ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും, ഇന്ന് നിങ്ങൾക്കെതിരെ ഒരു നടപടി ഞാൻ എടുക്കൂല, ഒരു പ്രശ്നവും ഞാൻ നിങ്ങൾക്കെതിരെ ഉണ്ടാക്കൂല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അധികാരവും എല്ലാ സാഹചര്യവും അദ്ദേഹത്തിനുണ്ട് തിരിച്ച് പ്രതികാരം ചെയ്യാൻ, ആ ദേഷ്യം തീർക്കുവാൻ. പക്ഷെ അദ്ദേഹം അവിടെ വിട്ടുവീഴ്ച ചെയ്തു, അവിടെ വിട്ടുകൊടുത്തു. മഹാനായ മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ നിരവധി മാതൃകകൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാതൃകകൾ, ഈ വിട്ടുകൊടുക്കലിൻ്റെ, പുറത്തു കൊടുക്കലിൻ്റെ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉംറ ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞ ഹുദൈബിയ സന്ധി നടന്ന ആ വർഷം അല്ലാഹുവിൻ്റെ റസൂലും സഹാബത്തും ഉംറ ചെയ്യുവാൻ വേണ്ടി മക്കയിലേക്ക് വന്നു. 80 ആളുകൾ അന്ന് ഖുറൈശികളിൽ നിന്ന് തെൻഈം കുന്നിൻ്റെ അടുക്കൽ വെച്ച് അവരെ തടയുകയാണ്, നിങ്ങളെ ഉംറ ചെയ്യാൻ സമ്മതിക്കുകയില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ പിന്നെ പോരാടുവാൻ, അല്ലെങ്കിൽ ആ പ്രതികാരം നടപടി എടുക്കുവാൻ അവസരം കിട്ടിയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പേരിൽ പ്രതികാര നടപടി എടുത്തിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂലിന് ഏറെ വേദന ഉണ്ടാക്കിയിരുന്ന സംഭവമായിരുന്നു അത്. പക്ഷേ അല്ലാഹുവിൻ്റെ റസൂൽ തിരിച്ചൊന്നും ചെയ്തിട്ടില്ല അല്ലേ. അതുപോലെ തന്നെ ഔറസ് ഇബ്നുൽ ഹാരിസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നിറങ്ങുമ്പോൾ വാളുകൊണ്ട് കൊല്ലാൻ വന്ന സംഭവം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. കൊല്ലാൻ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർന്നു, വാള് പിടിച്ച് നിൽക്കുന്ന ശത്രുവിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഇപ്പോൾ നിന്നെ ആരാണ് എന്നിൽ നിന്ന് രക്ഷിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു രക്ഷിക്കും. ഞെട്ടിക്കൊണ്ട് വാള് കയ്യിൽ നിന്ന് വീഴാണ്. വാള് കയ്യിൽ നിന്ന് വീണിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാള് തിരിച്ചെടുത്തിട്ട് കഴുത്തിൽ വെച്ചിട്ട് ചോദിച്ചു, ഇപ്പോൾ എന്നിൽ നിന്നെ ആരാണ് രക്ഷിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരെ വിളിച്ചു വരുത്തിയിട്ട് കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് തീർക്കായിരുന്നു ആ വ്യക്തിയെ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാരൊക്കെ അവിടെ ഉണ്ട്, കുറച്ച് അപ്പുറത്ത് ഒരു യാത്രയിലാണ്. പക്ഷേ അവിടെ പുറത്തു കൊടുക്കുകയാണ്. ലബീദ് ഇബ്നുൽ ആസം എന്ന ജൂതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ സിഹർ ചെയ്തു അല്ലേ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഇതിൻ്റെ പേരിലുണ്ടായി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജൂതനെതിരെ നടപടിയെടുത്തോ? ഇല്ല. മദീനയിലാണ്, അധികാരമുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ തിരിച്ച് നടപടി എടുത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിൻ്റെ റസൂലിനെ വധിക്കുവാൻ വേണ്ടി ഭക്ഷണത്തിൽ വിഷം കലർത്തിയ ജൂത സ്ത്രീ ഖൈബറിൻ്റെ നാട്ടിൽ, ഖൈബർ എന്ന് പറഞ്ഞ ആ നാട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഭക്ഷണം കഴിച്ചു. അല്ലാഹുവിൻ്റെ റസൂലിന് വഹി വന്നു, മനസ്സിലായി ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന സ്വഹാബി അത് കഴിച്ച് മരിച്ചു. അപ്പോൾ തന്നെ മരിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷം കലർത്തിയിട്ടുണ്ട് മനസ്സിലായപ്പോൾ ആ സ്ത്രീയോട് ചോദിച്ചു, എന്തിനാണ് നീ ഇത് ചെയ്തത്? ആ വനിത, ആ ജൂത സ്ത്രീ അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, താങ്കൾ അല്ലാഹുവിൻ്റെ റസൂലാണെങ്കിൽ നിങ്ങളത് ബാധിക്കൂലെന്ന് എനിക്കറിയാം. താങ്കൾ അല്ലാഹുവിൻ്റെ റസൂൽ അല്ലെങ്കിൽ കള്ളപ്രവാചകനാണെങ്കിൽ നിങ്ങളുടെ ഷെർറ്, നിങ്ങളുടെ ദുരിതത്തോടുകൊണ്ട് ഇല്ലാതാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നടപടി എടുത്തില്ല, അവിടുന്ന് പോയി. പക്ഷേ വിഷം ബാധിച്ച മറ്റേ സ്വഹാബി മരണപ്പെട്ടു. അതിൻ്റെ പേരിൽ ആ സ്ത്രീക്കെതിരെ പിന്നെ നടപടിയെടുത്തു, വധശിക്ഷ നടപ്പിലാക്കി. അത് പിന്നീടാണ് ഉണ്ടായത്. അല്ലാഹുവിൻ്റെ റസൂലിന് വിഷം തിന്നുന്നുള്ളതുകൊണ്ട് ഒരു നടപടി അവിടെ എടുത്തില്ല. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാതൃകകൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറാബി വന്നുകൊണ്ട് പരുക്കൻ പുതപ്പ് റസൂലുള്ളാഹിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പുതപ്പ് പിന്നിൽ നിന്ന് പിടിച്ച് വലിക്കുകയാണ്.
വലിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കഴുത്തിലൊക്കെ മുറിവായി. അപ്പം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മനുഷ്യൻ പറഞ്ഞു, ആത്തിനി, എനിക്ക് എന്തെങ്കിലുമൊക്കെ തരി, കുറച്ച് പൈസ തരുമോ, സമ്പത്ത് തരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കൂടെയുള്ള സ്വഹാബിമാരോട് പറഞ്ഞു, അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കൂ, അദ്ദേഹത്തെ തീരുമാനമാക്കട്ടെ എന്ന് ചില സ്വഹാബിമാരോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ വേണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ നിങ്ങൾ നോക്കൂ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നേരിടാവുന്ന ഏറ്റവും വലിയ ദുരിതങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരികയാണ്. സ്വന്തം മകളെക്കുറിച്ച് വ്യഭിചാരാരോപണം ഉണ്ടാവുകയാണ്. ആ നാട്ടിൽ മുഴുവൻ അത് പരക്കുകയാണ്. നാട്ടിൽ ഏറ്റവും വലിയ പേരും പെരുമയും പ്രശസ്തിയുമുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു ഇമേജിനെ അത് ഏൽക്കുന്ന ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഒരു മാസത്തോളം അത് സഹിക്കുകയാണ്. ഈ പറഞ്ഞു നടന്ന കൂട്ടത്തിൽ അറിയാതെയെങ്കിലും ചില സ്വഹാബിമാർ പോലും പെട്ടു. മുനാഫിഖീങ്ങൾ ഉണ്ടാക്കിയതാണ്, ചില സ്വഹാബിമാർ പോലും അതിൽ പെട്ടുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവിന് കൊടുത്തിരുന്ന പാവപ്പെട്ട മിസ്തഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും ഈ വ്യഭിചാര ആരോപണത്തിൻ്റെ ആളുകളിൽ, അത് പറഞ്ഞു നടന്ന കൂട്ടത്തിൽ അദ്ദേഹം അതിൽ പെട്ടുപോയി. ഈ സത്യം പുറത്തു വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി. അതിനുശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ ശപഥം ചെയ്തു, ഇനി മിസ്തഹിന് ഞാൻ അന്നം കൊടുക്കൂല, അവന് ഞാൻ ഭക്ഷണം കൊടുക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും, നിങ്ങളിൽ നിന്ന് ഔദാര്യം ചെയ്യുന്ന ആളുകൾ, ഫദ്ലുള്ള ആളുകൾ, അവരുടെ ഔദാര്യത്തെ പിന്നെ അതിനെ തടയരുത് എന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ തിരിച്ചു പറഞ്ഞു, ഞാൻ എന്തായാലും തിരിച്ചു കൊടുക്കാൻ പോവാണ്. അല്ലേ, സ്വന്തം മകളുടെ വ്യഭിചാരാരോപണം നടത്തി പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളിൽ ഒരു വ്യക്തിക്ക് പോലും പിന്നീട് ജീവിതകാലം അദ്ദേഹം വീണ്ടും കൊടുക്കുകയാണ്, ചെലവിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മാതൃകകൾ ജീവിതത്തിൽ കൊണ്ടുവന്ന സ്വഹാബിമാരെ നമ്മളിവിടെ കാണുകയാണ്. അല്ലേ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലൈസ ശദീദു ബിസ്സുറഅ, ഒരിക്കലും ശക്തൻ എന്ന് പറഞ്ഞാൽ അത് മൽപ്പിടുത്തത്തിൽ ജയിക്കുന്നവനല്ല. വലാകിന്ന ശദീദല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യമുള്ള സമയത്ത്, കോപം വരുന്ന സമയത്ത് സ്വന്തം മനസ്സിനെ അടക്കി വെക്കാൻ സാധിക്കുന്നവനാണ് ശക്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ശക്തിയാണ് നമുക്കൊക്കെ ഇല്ലാതെ പോയത്. ദേഷ്യം കിട്ട് വന്നാൽ പിന്നെ നമ്മെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നമ്മൾ എത്ര ആളുകൾ നിയന്ത്രിച്ചെന്താ കാര്യം? സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മളാവുകയാണ്. നമ്മുടെ നെഞ്ചിനുള്ളിലുള്ള, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഇറച്ചി കഷ്ണത്തിൻ്റെ വികാരത്തെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ശക്തിയാണ് നമ്മുടെ അടുത്തുള്ളത്? എത്ര വലിയ മസിൽ പവർ ഉണ്ടായിട്ടെന്താ കാര്യം? അള്ളാഹു നമുക്ക് കൂടുതൽ സന്മാർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ പിന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് വരാത്തതിൻ്റെ കാരണം എന്താ? ഞാൻ തോറ്റുപോകുമോ എന്നുള്ള തോന്നലാണ്. ഇല്ല, ഞാനവിടെ തോൽക്കുകയാണോ, പരാജയപ്പെടുകയാണോ, ഞാനിവിടെ കുറഞ്ഞു പോവുകയാണോ എന്നുള്ള തോന്നലാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ, അമറല്ലാഹുൽ മുഅ്മിനീന ബിസ്സബ്രി ഇൻദൽ ഗളബ്, ദേഷ്യം, കോപം വരുന്ന സമയത്ത് ക്ഷമിക്കുവാനാണ് അള്ളാഹു വിശ്വാസികളോട് കൽപ്പിച്ചത്. വൽ ഹിൽമ ഇൻദൽ ജഹൽ, തങ്ങളോട് മറ്റുള്ളവർ അവിവേകം കാണിക്കുമ്പോൾ അവിടെ വിവേകം കാണിക്കാനാണ് അള്ളാഹു കൽപ്പിച്ചത്. വൽ അഫ്വ ഇൻദൽ ഇസാഅ, ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവർക്ക് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യാനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഫഇദാ ഫഅലൂ ദാലിക അസമഹുമുല്ലാഹു മിനശ് ശൈത്താൻ, അവരത് ചെയ്താലുള്ള ഗുണം എന്താ? ചെയ്താലുള്ള ഗുണം പിശാചിൽ നിന്ന് അള്ളാഹു അവരെ സംരക്ഷിക്കും. അതുമാത്രമല്ല, വഖദഅ ലഹും അദുവ്വുഹും, നമ്മൾ എന്താണോ പേടിക്കുന്നത് നേരെ വിപരീതം ഉണ്ടാവുന്ന പറഞ്ഞ്, വഖദഅ ലഹും അദുവ്വുഹും, അവരുടെ ശത്രു അവരുടെ മുമ്പിൽ പരാജയപ്പെടും. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ, നമ്മൾ പുറത്തു കൊടുക്കുമ്പോൾ ശരിക്ക് തോൽക്കുന്നത് നമ്മളല്ല, നമ്മളെ എതിരാളിയാണ് തോൽക്കുന്നത്, അവനാണ് പരാജയപ്പെടുന്നത്. നമ്മളൊരു സ്ഥലത്ത് വിട്ടുവീഴ്ച ചെയ്തു നോക്കി നിങ്ങൾ, എതിരാളിക്ക് ശക്തമായ ഒരു മാനസികമായ പ്രയാസമായിരിക്കും അവിടെ. ആ പ്രയാസം നമ്മൾ തിരിച്ച് എന്ത് ചെയ്താലും അതുപോൽക്ക് ഉണ്ടാവില്ല. നമ്മളൊരാൾക്ക് വിട്ടുകൊടുത്താൽ എതിരാളിക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക പ്രയാസമുണ്ട്. ആ പ്രയാസം നമ്മൾ തിരിച്ച് എങ്ങനെയൊക്കെ പ്രതികാരം ചെയ്താലും ആ പ്രയാസം അവർക്ക് ഉണ്ടാവില്ല. അതാണ് മഹാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഖദഅ ലഹും അദുവ്വുഹും, അവരുടെ ശത്രു അവർക്ക് മുമ്പിൽ കീഴടങ്ങുകയാണ് അവിടെ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ നഖസത് സദഖത്തും മിൻ മാൽ, ഒരാളെ സമ്പത്തും സദഖ കൊണ്ട് കുറയൂല. വലാ സാദല്ലാഹു അബ്ദൻ യഅഫു ഇല്ലാ ഇസ്സ,
ഒരടിമയും വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ട് അവന് പ്രതാപമല്ലാതെ അള്ളാഹു വർദ്ധിപ്പിക്കുകയില്ല. വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി തവാളു കാണിക്കുന്ന, വിനയം കാണിക്കുന്ന ഒരാൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഉയർത്താതിരിക്കുകയില്ല എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ ഇങ്ങോട്ട് ആക്ഷേപിക്കുന്നവർക്കെതിരെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് നമ്മോട് പലതും തർക്കിച്ചു കൊണ്ടിരിക്കുന്നവർക്കെതിരെ, ഇങ്ങോട്ട് ശകാരിച്ചു കൊണ്ടിരിക്കുന്നതിരെ അങ്ങോട്ട് പറയാതിരുന്നാലുള്ള ഗുണം എന്താ? ഒരു സംഭവം നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു സദസ്സിലിരിക്കുകയാണ്. ആ സദസ്സിലിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി വന്നുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ശക്തമായി ശകാരിച്ചു ചീത്ത വിളിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ കേട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ഈ ചീത്ത വിളി കേട്ട് ചിരിക്കുകയാണ്. അങ്ങനെ ആ വ്യക്തി പിന്നെ ഈ ഒരു ചീത്ത വിളി കുറച്ച് അധികമായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെതിരെ തിരിച്ചു പറയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങോട്ട് എന്താണോ വന്നതിൽ കുറച്ചൊക്കെ അങ്ങോട്ട് തിരിച്ചു അങ്ങോട്ടും പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോപിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ചീത്ത വിളി കേൾക്കുന്ന സമയമൊക്കെ ചിരിച്ചുകൊണ്ടിരുന്ന റസൂലുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചാണ് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ കോപിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ അവിടുന്ന് എഴുന്നേറ്റാണ് പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനെ പിന്നാലെ പോയിട്ട് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അമാ ഇദാ കാന യഷ്തുമുനി കുൻത ജാലിസൻ തബസ്സം. അല്ലാഹുവിൻ്റെ റസൂൽ, അദ്ദേഹം എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളിങ്ങനെ ഇരുന്ന് ചിരിക്കുകയായിരുന്നല്ലോ. ഞാൻ അദ്ദേഹം എന്നോട് പറഞ്ഞതിൻ്റെ കുറച്ചങ്ങോട്ട് പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ എഴുന്നേറ്റ് കോപിച്ച് പോയല്ലോ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ തിരിച്ചു പറഞ്ഞത്? ഇന്ന മലക്കൻ കാന യറുദ്ദു അൻക. നീ ആ ശകാരം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരു മലക്ക് നിനക്ക് വേണ്ടി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫലമ്മാ ദഹബൽ മലക്കു വഖഅ ശൈത്താൻ. ആ മലക്ക് എഴുന്നേറ്റ് പോയപ്പോൾ പിശാച് വന്നു. ഫലം അകുൻ ലി അജ്ലിസ മജ്ലിസൻ ഫീഹി ശൈത്താൻ. പിശാചുള്ള ഒരു സദസ്സിൽ എനിക്കിരിക്കാൻ പറ്റൂല. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, എത്ര സംഭവ ബഹുലമാണ് സംഭവം. മഹാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞപ്പോഴേക്കും അവിടെ മലക്ക് പോയതാണ്. നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ, ക്ഷമിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വേണ്ടി മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ തിരിച്ച് പറയാൻ തുടങ്ങിയ മലക്കിൻ്റെ സാന്നിധ്യം പോകും, പിന്നെ ശൈത്താനാണ് അവിടെ. അതുകൊണ്ട് എത്രത്തോളം നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുമോ, വിട്ടുകൊടുക്കാൻ സാധിക്കുമോ, പുറത്തു കൊടുക്കുവാൻ സാധിക്കുമോ അതിനു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്ന, കോപത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹാദരനായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കോപത്തെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രാധാന്യവും ദീനിലുള്ള സ്ഥാനമൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുള്ള മാർഗങ്ങൾ എന്താണ്? അതിനുള്ള മാർഗങ്ങൾ കൂടി പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അതിലൊരു മാർഗം മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഖുതുബ നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാർഗമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ പറഞ്ഞ പ്രതിഫലങ്ങൾ, കോപത്തെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങൾ പഠിപ്പിച്ച് പ്രതിഫലങ്ങളെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലേ? അതിൻ്റെ പ്രതിഫലം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കദമ ഗൈദൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദ ദഅ അല്ലാഹു തബാറക വ തആല അലാ റൂസിൽ ഖലായിഖ് ഹത്താ യുഖയ്യിറഹു മിൻ അയ്യിൽ ഹൂരി ഷാ. ഒരു മനുഷ്യൻ അവന് കോപം അത് നടപ്പിലാക്കാൻ, അവൻ്റെ ദേഷ്യം തീർക്കുവാനുള്ള അവസരമുണ്ടായിരിക്കെ തന്നെ അവൻ്റെ കോപത്തെ അടക്കി വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സൃഷ്ടികളെ മുഴുവൻ മുൻപിൽ വെച്ചുകൊണ്ട് അവന് ആ വ്യക്തിയെ വിളിക്കും. എന്നിട്ട് അവൻ അവസരം കൊടുക്കും. എന്തവസരം കൊടുക്കുക? മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവൻ അവസരം കൊടുക്കും. അവന് താല്പര്യമുള്ള, ഇഷ്ടമുള്ള ഹൂറുൽ ഐനിൽ നിന്നുള്ള ഹൂറുകളെ അവൻക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, സഹാബിമാരൊക്കെ ഈ ഒരു കാര്യം, ഈ ഒരു പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ വിട്ടുനിന്നിരുന്നു. അല്ലെ? കോപത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് അറിയുമ്പോൾ, അല്ലെ, അള്ളാഹുവിൻ്റെ ആയത്ത് കേൾക്കുമ്പോൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾ അറിയുമ്പോൾ അത് ചിന്തിക്കുമ്പോൾ അവർ ഈ കോപത്തിൻ്റെ അതിങ്ങോട്ട് നടപ്പിലാക്കുക എന്നുള്ള പ്രശ്നം ഉണ്ടല്ലോ. ദേഷ്യം അവർക്കൊക്കെ ഉണ്ടായിരുന്നു, ദേഷ്യം കോപം വരിക എന്നുള്ളത് അവർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ ദേഷ്യം തീർക്കുക എന്നുള്ളിടത്തായിരുന്നു അവർ നമ്മളെ വ്യത്യാസം. അവരിതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കിയതിൽ നിന്ന് മാറി നിന്നുള്ള. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കയറി വരികയാണ്. മനുഷ്യൻ കയറി വന്നിട്ട് അള്ളാഹുവിൻ്റെ പിന്നെ ഉമർ റളിയല്ലാഹു പറഞ്ഞു, വല്ലാഹി മാ തുഅതീനൽ ജസൽ വമാ തഹ്കും ബൈനനാ ബിൽ അദൽ. ഉമറെ, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ ഞങ്ങൾക്ക് കുറേയൊന്നും തരുന്നില്ല, സമ്പത്ത് കുറേ ഞങ്ങൾക്ക് കുറേയൊന്നും തരുന്നില്ല, ഞങ്ങൾക്കിടയിൽ നീതിയോടെ നിങ്ങൾ വിധിക്കുന്നുമില്ല എന്ന് പറഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹു ഭയങ്കരമായി ശക്തമായി കോപിച്ചു. അവനെ തല്ലാൻ വേണ്ടി ഹത്താ ഹമ്മ ബി അൻ യഖഅ ബിഹി, അവൻക്കെതിരെ ഓങ്ങാൻ നിന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ആ മനുഷ്യനെ ആ സദസ്സിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുണ്ട്, അൽ ഹുർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അപ്പോൾ ഉമർ റളിയല്ലാഹു പറയും, എന്താ പറയുക, യാ അമീർ അൽ മുഅ്മിനീൻ ഇന്നല്ലാഹ ഖാല ലിനബിയിഹി, അമീറുൽ മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുദിൽ അഫ്വ വഅ്മുറു ബിൽ ഉർഫി വഅഇദ് അനിൽ ജാഹിലീൻ, വിട്ടുവീഴ്ച സ്വീകരിക്കണം, നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കണം, അവിവേകികളെ തൊട്ട് നിങ്ങൾ മുഖം തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വ ഇന്ന ഹാദാ മിനൽ ജാഹിലീൻ, ഈ മനുഷ്യൻ അവിവേകിയാണ് എന്ന് പറഞ്ഞ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്നു എന്നാണ്. കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്, ആ ആയത്താണ്ട് കേട്ടപ്പോൾ ആ ദേഷ്യവും കോപം കണ്ടു തീർന്നു. ഇതായിരുന്നു മുൻഗാമികൾ. അലി ഇബ്നുൽ ഹുസൈൻ, സൈനുൽ ആബിദീൻ എന്നറിയപ്പെട്ട അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാ, അദ്ദേഹത്തിന് ഒളു കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അടിമ സ്ത്രീ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒളു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ആ വെള്ളത്തിൻ്റെ പാത്രം അദ്ദേഹം താഴെയാണുള്ളത്, ആ സ്ത്രീ മേലെയാണുള്ളത്, കുമ്പിട്ടാണ് നിൽക്കുന്നത്. ആ പാത്രം ഇദ്ദേഹത്തിൻ്റെ തലയിലേക്ക്, ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് പാത്രത്തിൽ വെള്ളം കുറച്ചധികം ചിന്തുകയാണ്. അങ്ങനെ ചിന്തിയിട്ട് ഇദ്ദേഹം തല ഉയർത്തിയ സ്ത്രീയെ നോക്കുകയാണ്. സ്ത്രീയെ നോക്കിയ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, ഇന്നല്ലാഹ യഖൂലു വൽ കാദിമീനൽ ഗൈദ്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് കോപത്തെ അടക്കി വെക്കാൻ. കാദിമീനൽ ഗൈദ്, കോപത്തെ അടക്കി വെക്കുന്നവർ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കദംതു ഗൈദി, എൻ്റെ കോപം ഞാൻ അടക്കി വെച്ചു എന്ന് സൈനുൽ ആബിദീൻ പറയാണ്. ആ സ്ത്രീ വീണ്ടും ആയത്തിൻ്റെ ബാക്കി പറയാണ്, വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുക എന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും, ഖദ് ആഫ അല്ലാഹു അൻക്, അള്ളാഹു തനിക്കും പുറത്തു തരട്ടെ, അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ, വിട്ടുവീഴ്ച ചെയ്യട്ടെ. ആ ആയത്തിൻ്റെ ബാക്കിയും കൂടി ആ സ്ത്രീ ഓതാണ്, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഇദ്ഹബി ഫഅൻതി ഹുറ, നീ പോയിക്കോ, നീ ഇനി സ്വതന്ത്രയാണെന്ന് പറഞ്ഞു. നീ പോയിക്കോ, നീ എൻ്റെ അടിമയല്ല, നീ സ്വതന്ത്രയാണ്. തല്ല് കിട്ടേണ്ട സ്ഥലത്ത് സ്വാതന്ത്ര്യം കിട്ടി. എന്താ അവിടെ കാരണം? ആ ആയത്ത് കേട്ടു എന്നുള്ളതാണ് കാരണം. ആ ആയത്ത് കേട്ടു അവിടെ നിന്നു. അതുകൊണ്ട് ഈ കോപത്തെക്കുറിച്ചും കോപത്തെ അടക്കി വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രാമാണിക വചനങ്ങൾ, ആയത്തുകൾ, ഹദീസുകൾ അത് മനസ്സിലാക്കുക, മനസ്സിരുത്തുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് ഇതിൻ്റെ കോപത്തെ അടക്കി വെക്കാനുള്ള ഒന്നാമത്തെ പരിഹാരമായി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ സത്യവിശ്വാസികൾ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന പാകപ്പിഴവുകൾ, തെറ്റുകുറ്റങ്ങൾ, ദുസ്വഭാവങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സ്വഭാവമാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖനാ കമാ ഹസ്സൻത ഖൽഖനാ, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖനാ കമാ ഹസ്സൻത ഖൽഖനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റും, നമ്മുടെ ഇടയിലും നമ്മുടെ പരിചയത്തിലുമെല്ലാം ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം സാമ്പത്തികവും ശാരീരികവും ആരോഗ്യപരവും കുടുംബപരവും എല്ലാമായിട്ടുള്ള സർവ്വ പ്രയാസങ്ങൾക്കുമുള്ള ദൂരീകരണവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനമനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന മുസ്ലിം ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയവും പ്രതാപവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.